ഹലോ, അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കിച്ചൺ, കുഞ്ഞു കിച്ചണാണ്, അത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചെറിയ ചെറിയ പൊടിക്കൈകൾ, എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലിക്വിഡ് സൊല്യൂഷൻസും കാര്യങ്ങളൊന്നും യൂസ് ആക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് പാറ്റ, പിന്നെ ചില സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ഇങ്ങനെ ഒരു വൃത്തികെട്ട മണമൊക്കെ വരാറില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റാനും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഈ കിച്ചൺ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയുന്നതും ആയിരിക്കും. കുറേ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവരുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്നിപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇൻ കേസ് ഒരാൾക്കെങ്കിലും ഇതിലേതെങ്കിലും ഒരു എന്താ പറയുക ഹാക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പം ഞാൻ തുടങ്ങാം. അപ്പം ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട്, എപ്പോഴും ക്ലീൻ ചെയ്യുമ്പം ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെ സാധനങ്ങളെല്ലാം ഞാൻ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് 1 by 1 ആയിട്ട് സംഭവങ്ങൾ തുടങ്ങാം. അപ്പം ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മളുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പം ഞാൻ ഇതിലോട്ടേക്ക് ഒരു കപ്പോളം, ഒരു ഗ്ലാസ്സോളം, എന്താ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താ ഒഴിക്കണ്ടേ, വിനാഗിരി ഇല്ലേ, വിനാഗിരി ഞാനിപ്പം ഈ ഒരു അടപ്പിൻ്റെ അളവിൽ ഒരു 3 അടപ്പോളം വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. ഇതിപ്പം ഞാനൊരു അരമുറി നാരങ്ങ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു അരമുറി നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വിനാഗിരിയും നാരങ്ങാനീരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ആക്കാം കേട്ടോ. ഇപ്പം എൻ്റെ ഫ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ടങ്ങ് ചീത്തയായിട്ടില്ല. ചില ഫ്രിഡ്ജിലിപ്പം നമ്മൾക്കിപ്പം എന്താ പറയുക, തിരക്കുള്ള ആൾക്കാർക്ക് ചിലപ്പം എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം കുറച്ച് കട്ട പിടിച്ചൊക്കെ കിടക്കൂലേ, അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും മുൻപ് നമ്മുടെ ബേക്കിംഗ് സോഡ ഇല്ലേ, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വരും. ഇതിപ്പം എനിക്ക് അത്ര കണ്ട് എന്താ പറയുക അഴുക്കുകളൊന്നും വരാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു സൊല്യൂഷനായി യൂസ് ആക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾക്ക് മണമൊന്നും ഉണ്ടാവില്ല. ഈ നാരങ്ങ നീരൊക്കെ ആണെങ്കിലും നല്ലൊരു മണം ഉണ്ടാവും. വിനാഗിരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഉടുമ്പ് നാറ്റോ, ഉളുപ്പ്, എന്തോ ഒരു നാറ്റമില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവുകയും ചെയ്യും. കൂടാതെ തന്നെ ഈ വിനാഗിരി, ഇതൊക്കെ എന്താ പറയുന്നത്, സിട്രിക് ആസിഡ് ആണ്. അതെല്ലാം നല്ല രീതിക്ക് നമുക്ക് നമ്മളുടെ അഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ നനച്ചിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളുടെ ഫ്രിഡ്ജ് ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തൂത്തിട്ടുണ്ട്. ഇനി മിക്കവരും കൂടുതലും നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ചില സ്ഥലത്ത് ഒരു വൃത്തികെട്ട മണം വരാറുണ്ട്. വീട്ടിൽ പണ്ട് ഒരു പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ പഴയ ഫ്രിഡ്ജിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ മണം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കണം. ഞാൻ ഇപ്പം ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ സാധനം ഉണ്ടാവും, നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ, നമ്മൾ ഒരു
എട്ടുവത്തെണ്ണം എടുത്തോ, ഒരു ഗ്രാമ്പു അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം സംഭവം. അപ്പോൾ ഇതേ ഞാനിങ്ങനെ മറ്റേ ഗ്രാമ്പൂവിൻ്റെ വെള്ളം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ അംശമൊക്കെ അതിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഫ്രിഡ്ജിലൊക്കെ ഇല്ലേ കൂടുതൽ ഞാനത് കണ്ടിട്ടുള്ളത്, ഫ്രിഡ്ജ് നമ്മൾ പഴയ ഫ്രിഡ്ജൊക്കെ യൂസ് ആക്കില്ലേ, പഴയ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, മേടിച്ചിട്ട് കുറേ നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ചീത്തയായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു തുറക്കുമ്പോൾ ഒരു വൃത്തികെട്ട ഒരു മണം പോലെ, ചിലപ്പം ഒരു ചീത്ത മണമായിരിക്കില്ല, എന്നാലും നമ്മൾ സാധാ നമ്മളുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മണമല്ലാതെ വേറൊരു ടൈപ്പ് ഒരു ചീത്ത മണം പോലത്തെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ വെള്ളം, നമ്മുടെ ഗ്രാമ്പു തിളപ്പിച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അടിക്കണ ടൈപ്പ് ആ ഒരു ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് എടുത്തു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം അതൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് ആറിയിട്ടുണ്ട്, ചൂടോടുകൂടി ഒഴിക്കരുത്, ആറിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് നമ്മുടെ ഫ്രീസറിലും ഫ്രിഡ്ജിലും അതൊന്ന് തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾക്ക് ആ ഒരു ചീത്ത മണമൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിട്ട് തോന്നും. പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളുടെ നാരങ്ങ, എനിക്ക് തോന്നുന്നു ഇതിന് പകരം നാരങ്ങയുടെ തൊണ്ട് ഇതില്ലേ, അതിൽ ഇതുപോലെ ഒരു 4-5 ഈ ഗ്രാമ്പു ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ചാലും മണം മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം ഇത് കുറേ നാളിരുന്ന് ഇനിയുമ്പം ഉണങ്ങിപ്പോകുമല്ലോ. അപ്പം അതിനേക്കാട്ടിലും നല്ലതാണല്ലോ ഇത്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുത്ത് ആ ഒരു കപ്പിൽ ഒരു കപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറേ നാളത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ചീത്ത മണം വരുന്നതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് അങ്ങനെ ചീത്തയാവാത്തത് കൊണ്ട് എനിക്ക് വേഗം പരിപാടി കഴിഞ്ഞിട്ട്, ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മളിങ്ങനെ തൂക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് വേഗം പരിപാടി കഴിയും. പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഇപ്പം അടിയിലതേ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പം അഴുക്കളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ ആയിട്ട് അഴുക്കളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ഭാഗം എന്താ പറയുക, നമുക്കറിയില്ല. എന്താ പറയുക, കുറേ നാളുകളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വന്നുകൊണ്ടിരിക്കണതല്ലേ. നമ്മളുടെ ടാപ്പിൻ്റെ കാര്യങ്ങളും ഉള്ളെന്ന് ഉദ്ദേശിച്ചത് അകത്തട്ടിലോട്ട് ഇറങ്ങി ചെല്ലുക എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ വരുന്ന പ്രദേശത്തൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചിലപ്പം എന്തെങ്കിലും അഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക്, ഇതെനിക്ക് സത്യമായിട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും ഹാക്കൊക്കെ നോക്കാറുള്ളത് പിൻട്രസ്റ്റിലാണ്. അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആണെന്നാണ് അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്, യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവരെന്താ ചെയ്യുന്നത്, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതെടുക്കാം. എൻ്റെ ഇപ്പം ബ്രെഡിൻ്റെ ഉള്ളു. അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വിനാഗിരി ഇത്രത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഈ ഭാഗത്തിൽ മുക്കുന്ന കണക്കിന് മുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒരു ബുഷോ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ചെന്ന് ഈ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും സംഭവങ്ങളും അല്ലെങ്കിൽ ഇത് കുറച്ചുള്ളിലോട്ടേക്ക് വെള്ളം കയറുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിനാഗിരി വിട്ടൊരു കളിയാണ്. കുറച്ച് വിനാഗിരി എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക.
ഇനിയാണ് നമ്മളുടെ ഈ സാധനം ബേക്കിംഗ് സോഡ ഇല്ലേ, ഇപ്പോൾ ഞാൻ മേടിച്ചതാ. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട്, അയ്യോ പണി പാളിയില്ല, ഈ സാധനം പോകുന്നു, ഇത് പോകുന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇതെങ്ങനെ തുറക്കും? എൻ്റെ കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കട്ടെ. പണി കിട്ടി നോക്കണം. പൊട്ടിച്ചു. അപ്പം ഈ ഒരു സംഭവം നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മളുടെ ഗ്യാസിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗമില്ലേ അവിടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഇത്ര കാര്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എടി പെണ്ണി ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണ്, ഇതിപ്പോൾ പുതിയ അറിവൊന്നും അല്ലാന്ന് ആയിരിക്കാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതൊരു കുറച്ച് നേരം അവിടെ കിടക്കട്ടെ കേട്ടോ. റിയാക്ഷനൊക്കെ സംഭവിക്കണ്ടല്ല എന്താ. അപ്പം ഞാൻ ഇത് ഊരാൻ വേണ്ടി പോകേണ്ട ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും മണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകും എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. അതിലെന്തൊക്കെയോ പൊടി ഉണ്ടെന്ന് തോന്നുന്നു. ഇതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇവിടത്തെ എനിക്ക് തോന്നുന്നു അവരുടെ ഉദ്ദേശം ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ചെയ്യുമ്പം ഇത്രയും ഭാഗം വരെ വെള്ളം എത്തുമല്ലോ, അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് എന്താണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ കണ്ടു, അവരൊക്കെ പറയുന്നുണ്ട് ഈ ഭാഗത്തുള്ള ചെളികളൊക്കെ പോകുമെന്നുള്ളത്. പക്ഷെ ഇതിപ്പോൾ തുറന്നു നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നല്ല രീതിക്ക് എന്തെങ്കിലും ഓയിലിൻ്റെ കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. നല്ല ബ്രൈറ്റ് ആയിട്ട് സംഭവം വരുന്നുണ്ട്. ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് തൂക്കാണ്. അതിലൊരുക്കി ഒരു വഴിക്ക് പോണത് ഇവിടെയും കൂടെ ഒന്ന് തൂത്തേക്കാം. ആ ബേക്കിംഗ് സോഡയുടെ തന്നെ ഇതാവുമ്പോൾ പെട്ടെന്ന് അഴുക്കളൊക്കെ പോകും. അത് വെച്ച് തൂത്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ സാധനം വരെ പോയി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇത് 1 0 2 0 3 0 4 0 അങ്ങനെ ഉണ്ടായിരുന്നു. ആ സംഭവം വരെ പോയി. ഈശ്വര, ഏട്ടൻ്റെ കമ്പനിക്കാർ വന്ന് എൻ്റെ അടുത്ത് അവിടുത്തെ പൂജ്യം എവിടെയെന്ന് ചോദിക്കുമോ എന്തോ. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ. നല്ല രീതിക്ക് ഇപ്പം ആ ഒരു ബേക്കിംഗ് സോഡ ഇപ്പം എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ബേക്കിങ്ങിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ആൾക്കാരത് യൂസ് ആക്കുന്നുണ്ടാവുക. നല്ല രീതിക്ക് ഞാൻ ഇതിന് വേണ്ടി വേറെ എടുത്തില്ല. നമ്മളുടെ ആ ഒരു സ്റ്റൗമ്മ തന്നെ തുടച്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചെയ്തത്. എന്നിട്ട് കൂടെ നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇവിടുത്തെ എഴുതിയ ബ്രാൻഡ് നെയിമും പോയി, ഇവിടെ ഉണ്ടായിരുന്നതും പോയി. ഈ ഭാഗത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇങ്ങനെ ആവിയൊക്കെ അടിച്ചിട്ട് ഇവിടെ അഴുക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ഞാൻ ബേക്കിംഗ് സോഡയുടെ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടേ.